കഴിഞ്ഞ വർഷം 2024 നടന്ന മേട്രൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടറുമായിട്ടാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി ഏത്? ആധുനിക തിരുവിതാംകൂറിലെ ദളവ. ആധുനിക തിരുവിതാംകൂറിലെ ദളവയായിരുന്നല്ലോ വേലുത്തമ്പി ദളവ. ശരിയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, അത് തെറ്റായ പ്രസ്താവനയാണ്. കുണ്ടറ വിളംബരം നടത്തിയത് ശരിയാണല്ലോ, അത് വേലുത്തമ്പി ദളവയാണ് അല്ലേ. അപ്പോൾ 1, 3 എന്നുള്ളതാണ് ശരി. ഇനി ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇനി തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപം നടന്നത് മീററ്റിലാണ്. ആരംഭിച്ചത് മീററ്റിലാണ്. ശരിയാണല്ലോ. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. 1857 കലാപത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. ഇനി 1857 കലാപത്തിൽ ശിപായിമാർ പങ്കെടുത്തിരുന്നില്ല. തെറ്റാണ്. മെയിൻ അന്നത്തെ ശിപായിമാർക്കിടയിലായിരുന്നു ഉള്ള കലാപവുമായിരുന്നു 1857 കലാപം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന 1, 2 എന്നുള്ളതാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ. ജനറൽ അസംബ്ലി ഉൾപ്പെടുന്നതാണ് കേട്ടോ. ജനറൽ അസംബ്ലി. INA സെക്യൂരിറ്റി കൗൺസിൽ. അപ്പോൾ INA ഉൾപ്പെടത്തില്ല കേട്ടോ. സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് B ആണ് കേട്ടോ. ജനറൽ അസംബ്ലി. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ. ഈ 2 ഘടകങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? ജനറൽ അസംബ്ലിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിലും. ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഓക്കെ. ഇനി ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായത് എന്നാണ്? ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായത് 1945 ഒക്ടോബർ 24-നാണ് കേട്ടോ. 1945, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 2 വർഷം മുമ്പ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 സ്വാതന്ത്ര്യം, അതിന് 2 വർഷം മുമ്പ് ഓർത്തോ ചെയ്ത് 1945. 1945 ഒക്ടോബർ മാസം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഒക്ടോബറാണ് കേട്ടോ. ഒക്ടോബർ 1945 ഒക്ടോബർ 24. ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത്. ഇതിൻ്റെ ആസ്ഥാനം എവിടാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടാണ്? ന്യൂയോർക്കിലാണ് കേട്ടോ. ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടാണ്? ന്യൂയോർക്കിലാണ്. ഓക്കെ, ക്ലിയർ ആണേ? അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ആദ്യം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടന, ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്നത്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ രൂപീകരണത്തിലേക്ക് വഴി തെളിയിച്ച ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുടെ പേരെന്തുവാ? അറ്റ്ലാന്റിക് ചാർട്ടർ എന്നാണ് കേട്ടോ. അറ്റ്ലാന്റിക് ചാർട്ടറാണ്. ഓക്കെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിയിച്ച ഉടമ്പടി അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അറ്റ്ലാന്റിക് ചാർട്ടറാണ് കേട്ടോ.
ഇനി ഐക്യരാഷ്ട്ര ഒരിക്കൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഐക്യരാഷ്ട്ര സംഘടനയിൽ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയായിരുന്നെന്ന്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ്. US-ൻ്റെ പ്രസിഡൻ്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടൻ്റെ പ്രസിഡൻ്റായ വിൻസ്റ്റൺ ചർച്ചിൽ, ഓക്കെ, വിൻസ്റ്റൺ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ച നേതാക്കൾ. ആ പോയിന്റും കിട്ടി. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഉടമ്പടി ചോദിച്ചാൽ അറ്റ്ലാന്റിക് ചാർട്ടർ, സമ്മേളനം ചോദിച്ചാൽ യാൾട്ട കോൺഫറൻസ് ആയിരുന്നു. സമ്മേളനം ചോദിച്ചാൽ യാൾട്ട കോൺഫറൻസ് ആണ്. ക്ലിയർ ആണേ? അപ്പോൾ ഇത്രയും പോയിന്റ് നമ്മൾ ഐക്യരാഷ്ട്ര സഭയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് നമ്മുടെ ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെക്കുന്ന വർഷം എന്നാണെന്നുള്ളത്. അത് 1945 ഒക്ടോബർ 30-നാണ് കേട്ടോ. UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് 1945 ഒക്ടോബർ 30-നാണ്. നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24-നാണെന്ന് പറഞ്ഞു. ഒക്ടോബർ 30-ന് ഇന്ത്യ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനു വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരായിരുന്നു? രാമസ്വാമി മുതലിയാറാണ് കേട്ടോ. രാമസ്വാമി മുതലിയാറാണ് ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് അല്ലെങ്കിൽ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. ക്ലിയർ ആണേ? UN-ൻ്റെ ആദ്യ സമ്മേളനം നടന്ന വേദി ലണ്ടനാണ്. UN-ൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്ന വേദി ഏതാണ്? ലണ്ടനാണ്. ഓക്കെ. അതുപോലെ തന്നെ UN പതാകയുടെ നിറം ഏതാണ്? ഇളം നീല നിറമാണ് കേട്ടോ. ഇളം നീല നിറമാണ് UN പതാകയുടെ നിറം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻ്റ് ഒന്ന് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെന്നായിരുന്നു? അതേതൊക്കെയായിരുന്നു? ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലുമാണ് കേട്ടോ. ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും മാത്രമാണോ? അല്ല. സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് പെർമനൻറ്റ് ജസ്റ്റിസ്, ഓക്കെ, അന്തർദേശീയ നീതിന്യായ സ്ഥിര കോടതി. അപ്പോൾ ഇത്രയുമാണ് മറ്റ് ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന, അന്തർദേശീയ നീതിന്യായ സ്ഥിര കോടതി. ഇത്രയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ, ഓർത്തു വെക്കുക. പിന്നെ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരാൻ കാരണമായ ഉടമ്പടിയെ അറിയപ്പെടുന്ന പേര് അറ്റ്ലാന്റിക് ചാർട്ടർ എന്നാണ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയായിരുന്നു? അന്നത്തെ US പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും ചേർന്നാണ്. ഓക്കെ. മറ്റു പോയിൻ്റാണ് പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് കൊണ്ടുവന്ന സമ്മേളനം അല്ലെങ്കിൽ രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ഏതായിരുന്നു? യാൾട്ട കോൺഫറൻസ് ആയിരുന്നു കേട്ടോ. യാൾട്ട കോൺഫറൻസ്, ഉക്രൈനിൽ നടന്ന യാൾട്ട കോൺഫറൻസ് ആയിരുന്നു ഐക്യരാഷ്ട്ര സമ്മേളനം നടക്കാൻ കാരണമായത്. പിന്നെ അതുപോലെ തന്നെ തന്നെയുള്ള ഒരു പോയിൻ്റാണ് ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെട്ട വർഷം ഏതായിരുന്നു? 1945 ഒക്ടോബർ 10-ന്. ഒക്ടോബർ 30. ആരായിരുന്നു ഒപ്പുവെച്ചത്? ഇന്ത്യക്ക് വേണ്ടി രാമസ്വാമി മുതലിയാറായിരുന്നു കേട്ടോ.
രാമസ്വാമി മുതലിയാനായിരുന്നു. പിന്നെ UN-ൻ്റെ പതാകയുടെ നിറം എന്തുമായിരുന്നു? ഇളം നീലയായിരുന്നു. പിന്നെ UN-ൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പൊതുസഭ, അതായത് ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ 2-3 പോയിന്റ് പറഞ്ഞു. അത് മാത്രമല്ല, അതിൽ കൂടുതലുണ്ട്. സാമൂഹിക സമിതിയുണ്ട്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പരിരക്ഷണ സമിതിയുണ്ട് കേട്ടോ. ട്രസ്റ്റിഷിപ്പ് കൗൺസിലും നമ്മുടെ UN-ൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് ഈ ഒരു ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കുക കേട്ടോ. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ്. ഓക്കെ. സൺ യാത് സൺ, കുമിങ്താങ്, മാവോ സേതു ലോങ് മാർച്ച്, മുസോളിനി റെഡ് ഷർട്ട്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരായിരുന്നല്ലോ സാൻ യാത് സെങ്ങും മാവോ സേതുവും. ഇവർ രണ്ടുപേരുമാണ് അല്ലേ. സാൻ യാത് സെങ്ങും മാവോ സേതുവും. സൺ യാത് സെണ്ണാണ് കുമിങ്താങ്, അതുപോലെയാണ് മാവോ സേതുവാങ് ലോങ് മാർച്ച്. ഇത് രണ്ടുമാണ് ശരിയായ ജോഡികൾ കേട്ടോ. 5ാമത്തെ പോയിന്റ് നോക്കാം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ ആശയങ്ങൾ എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? അഷ്ടാംഗ മാർഗം, 4 മഹത് സത്യങ്ങൾ. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. എന്തൊക്കെയാണ്? അഷ്ടാംഗ മാർഗവും 4 മഹത് സത്യങ്ങളും. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് കേട്ടോ. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേറെ കുറച്ച് പോയിന്റുകളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ. ഓക്കെ. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം ആരായിരുന്നു ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ. ശ്രീബുദ്ധനാണ് കേട്ടോ. ശ്രീബുദ്ധനാണ് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീബുദ്ധനാണ്. ഇനി ആശയമാണ് എല്ലാ ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്ന് ബാധിക്കുന്ന മതമാണ് ബുദ്ധമതം കേട്ടോ. ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പ്രതിപാദിക്കുന്ന മതം ഏതാണ്? ബുദ്ധമതമാണ്. അവരുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് പഗോഡ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പഗോഡ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് പറയുവാണെങ്കിൽ അവരുടേതാണ് അഹിംസാ സിദ്ധാന്തം എന്ന് പറയുന്ന ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഹിംസാ സിദ്ധാന്തം എന്ന് പറയുന്നത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ അഷ്ടാംഗമാർഗവും ആരുടെയാണ്? ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഉപദേശമാണ് അഷ്ടാംഗ മാർഗം. ഇനി ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഞാനിവിടെ ഈ ത്രിരത്നങ്ങളും ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇവിടെ ആൻസർ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 2, 3 വരുന്നുണ്ട്. ത്രിരത്നങ്ങൾ എന്ന് പറയുന്നതും ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഈ ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത് എന്തിനെയാണെന്ന് നമുക്ക് നോക്കാം. ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധം, ധർമ്മം, സംഘം എന്നറിയുന്നതാണ് ത്രിരത്നങ്ങൾ. ഓക്കെ. പിന്നെ അതുപോലെ അഷ്ടാംഗമാർഗം ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഇനി 4 മഹത് സത്യങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കേട്ടോ. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് 4 മഹത് സത്യങ്ങൾ.
ഇനി ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ബുദ്ധമതക്കാർ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനെ പറയുന്ന പേരാണ് പബജ. പബജ 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 എന്ന വാക്കിനർത്ഥം എന്തുവാ? പുറത്തേക്ക് പോകുക എന്നാണ്. പുറത്തേക്ക് പോവുക എന്നാണ് പബജ എന്ന വാക്കിന് അർത്ഥം. ഓക്കെ. അതുപോലെ തന്നെ ധർമ്മശാല ബുദ്ധമതക്കാരുടെ കേന്ദ്രമാണ് ധർമ്മശാല. അതെവിടെ, ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ബുദ്ധമതക്കാരുടെ കേന്ദ്രമാണ് ധർമ്മശാല. ഓക്കെ. അപ്പോൾ ഇത്രയും ബുദ്ധമതവുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റുകൾ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ശ്രീബുദ്ധനെ, ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീബുദ്ധനെയാണ് കേട്ടോ. ഏഷ്യയുടെ പ്രകാശം എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീബുദ്ധനെയാണ്. ഓക്കെ. ബുദ്ധമത പഠനത്തിന് പ്രശസ്തമായ പ്രാചീന സർവകലാശാലയാണ് നളന്ദ, വിക്രമശാല എന്നിവ. നളന്ദയും വിക്രമശാലയും ബുദ്ധമതത്തിന് പ്രശസ്തി ആർജിച്ച സർവകലാശാലകളാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധ അനുയായികളുള്ള രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലും, കേരളത്തിൽ ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്തുമാണ്. ഓക്കെ, മലപ്പുറത്ത്. അപ്പോൾ ഇത്രയാണ് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട പോയിന്റുകൾ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും കറക്റ്റായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ പറഞ്ഞത് ഓപ്ഷൻ എ റൈറ്റ് ആൻസറാണ്. എ ബി ആണ്. ത്രിരത്നങ്ങൾ, അഷ്ടാംഗമാർഗം, 4 മഹത്സത്യങ്ങൾ. ഇത് 3 ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.